യുഎഇയിലേക്ക് പോകാൻ പ്ലാനുണ്ടോ? എങ്കിൽ ഇക്കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. യുഎഇയുടെ പുതിയ വിസ നിയമം കാരണം ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് ഇന്ത്യക്കാരെന്നാണ് റിപ്പോർട്ടുകൾ. പ്രതിദിനം ഏകദേശം 5 മുതൽ 6% വരെ വിസ ആപ്ലിക്കേഷനുകൾ നിരസിക്കപ്പെടുന്നുണ്ട്. പുതിയ നിയമപ്രകാരം യുഎഇയിലേക്ക് വിസിറ്റ് വിസയിൽ എത്തുന്നവർ ഹോട്ടൽ മുറി ബുക്ക് ചെയ്തതിന്റെ രേഖകൾ, തിരിച്ചു നാട്ടിലേക്ക് പോകേണ്ട ഫ്ലൈറ്റ് ടിക്കറ്റ്, ബന്ധുക്കളുടെ വീടുകളിലാണ് താമസമെങ്കിൽ അതിന്റെ രേഖകൾ എന്നിവ നിർബന്ധമായും കയ്യിൽ കരുതണം. എന്നാൽ പലർക്കും ഇതേക്കുറിച്ച് കൃത്യമായ ധാരണയില്ല. രേഖകൾ കൈവശമില്ലാത്തവർക്ക് വിസ അംഗീകരിക്കാൻ യുഎഇ തയ്യാറാകുന്നില്ല. സന്ദർശകർ 3000 ദിർഹം, അതായത് ഏകദേശം $816 അല്ലെങ്കിൽ 67,948 രൂപ ഈ ഫണ്ടുകളുടെ ലഭ്യതയുടെ തെളിവ് നൽകണം. ഇത് പണമായോ ക്രെഡിറ്റ് കാർഡായോ നൽകാം. യാത്രയ്ക്കിടെ ആവശ്യമായ പണവും നിങ്ങളുടെ കയ്യിലുണ്ടാകണം, അല്ലെങ്കിൽ നിങ്ങൾ സ്പോൺസർ ചെയ്തവരുടെ വിവരങ്ങളും നൽകണം. മറ്റൊന്നാണ് റിട്ടേൺ ടിക്കറ്റ്. വിസിറ്റിംഗിന് ശേഷം യുഎഇ വിടാനുള്ള നിങ്ങളുടെ ഉദ്ദേശം കാണിക്കാൻ വിനോദസഞ്ചാരികൾ അവരുടെ കൺഫേംഡ് റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ പകർപ്പും കയ്യിൽ കരുതണം. നേരത്തെ ഇത് വിമാനത്താവള അധികൃതർ ആവശ്യപ്പെട്ടാൽ മാത്രമേ കാണിക്കേണ്ടതുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ യുഎഇയിലായിരിക്കുന്ന സമയത്ത് താമസിക്കുന്ന സൗകര്യങ്ങളുടെ തെളിവുകൾ കാണിക്കണം. ഇത് ഹോട്ടൽ ബുക്കിങ്ങുകളോ യുഎഇയിൽ താമസിക്കുന്ന ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നുള്ള കത്തോ ആകാം. കൂടാതെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, യാത്രാ തീയതി മുതൽ പാസ്പോർട്ടുകൾക്ക് കുറഞ്ഞത് 6 മാസത്തെ സാധുത ഉണ്ടായിരിക്കണം. വിസ കൺഫർമേഷൻ ഉറപ്പാക്കാൻ താമസത്തിന്റെ തെളിവുകൾ, റിട്ടേൺ ടിക്കറ്റുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ എന്നിവ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്നും ഏജന്റുമാർ പറയുന്നു.